കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് 31 വനിതകളാണ്. LDF 17 പേർക്കും UDF 7 പേർക്കും അവസരം നൽകിയപ്പോൾ NDA ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 7 സ്ത്രീകളാണ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇത്തവണ 92 സീറ്റിൽ മത്സരിക്കുന്ന CPM-ന് 12 വനിതാ സ്ഥാനാർത്ഥികളാണുള്ളത്. 27 സീറ്റിൽ മത്സരിക്കുന്ന CPI-ക്ക് 4 സീറ്റുള്ള ജനാധിപത്യ കേരള കോൺഗ്രസിന് വനിതാ പ്രാതിനിധ്യമില്ല. ജനതാദൾ എസിന്റെ സിറ്റിംഗ് MLA ജമീല പ്രകാശം കോവളത്ത് നിന്നും മത്സരിക്കും. ഐഷ പോറ്റി, KK ലതിക, ES ബിജുമോൾ, ഗീതാ ഗോപി എന്നിവരാണ് LDF-ൽ നിന്ന് മത്സരിക്കുന്ന മറ്റ് സിറ്റിംഗ് MLA-മാർ. ആറന്മുളയിലെ സ്ഥാനാർത്ഥി വീണ ജോർജും കായംകുളത്ത് മത്സരിക്കുന്ന പ്രതിഭ ഹരിയുമാണ് CPM-ൽ നിന്ന് മത്സരിക്കുന്ന പുതുമുഖങ്ങൾ. 7 വനിതകൾക്കാണ് UDF ഇത്തവണ അവസരം നൽകിയത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA PK ജയലക്ഷ്മി മാനന്തവാടിയിൽ നിന്ന് ജനവിധി തേടും. പത്മജ വേണുഗോപാലും ലാലി വിൻസെന്റും KA തുളസിയുമാണ് കോൺഗ്രസിൽ നിന്നും തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വനിതകളിൽ പ്രമുഖർ. 24 സീറ്റുകളിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിനും 15 സീറ്റുകളുള്ള കേരള കോൺഗ്രസ് എമ്മിനും വനിതാ പ്രാതിനിധ്യമില്ല. 85ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP-യിൽ നിന്നും 6 വനിതകളാണ് മത്സരരംഗത്തുള്ളത്. ശോഭ സുരേന്ദ്രൻ ഇത്തവണയും പാലക്കാട് മത്സരിക്കും. രാജേശ്വരി അമ്മ, ആനിയമ്മ രാജേന്ദ്രൻ, VT രമ, നിവേദിത സുബ്രഹ്മണ്യം, രേണു സുരേഷ് എന്നിവരാണ് BJP-യുടെ മറ്റ് വനിതാ സ്ഥാനാർത്ഥികൾ. ആദിവാസി ഗോത്ര മഹാസഭ അധ്യക്ഷ CK ജാനു BJP സ്ഥാനാർത്ഥിയാകുമെന്നും സൂചനകളുണ്ട്. 37 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന BDJS-ന്റെ ഏക വനിതാ സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥാണ്. RMP സ്ഥാനാർത്ഥി KK രമ വടകരയിൽ നിന്നും ജനവിധി തേടും. 40 സീറ്റുകളിൽ മത്സരിക്കുന്ന വെൽഫെയർ പാർട്ടിയും 5 സീറ്റുകളിൽ വനിതകൾക്ക് അവസരം നൽകി. ചെങ്ങന്നൂരിൽ നിന്നും ശോഭന ജോർജ് വിമതയായി രംഗത്തെത്തുമെന്നും സൂചനകളുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.